വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ ഇന്നത്തെ ഒരു ഇത് അനുസരിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെറ്റിലിൽ വെള്ളം കുളിക്കാനുള്ളത് വയ്ക്കാട്ട. കാരണം നമ്മൾ ഇന്ന് തൊട്ടിട്ട് നോൽമ്പ് തുടങ്ങുകയാണ്. ഓക്കെ, വിൻചേട്ടൻ മലയ്ക്ക് പോണതിൻ്റെ നോൽമ്പ് നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ആയാലും എല്ലാതും ഇന്ന് ഭയങ്കര ചേഞ്ചുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് എനിക്ക് കുളിക്കാൻ വെള്ളം വെച്ച് കുളിച്ചിട്ട് വേണം ഇനി അടുക്കളയിൽ കയറി. ബാക്കി എന്തും ഇനി കുളിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ അമ്മ വന്നിട്ട് കണ്ടുല്ലോ, എല്ലാം മുക്കിത്താക്കി നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് പുതിയ രീതികളാണ് ഫുള്ള് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 5:15 തേജുവിന് ക്ലാസ് ഇല്ല, പക്ഷേ ക്ലാസ് ദിവസം ഞാൻ അതിന് മുന്നേ ഞാൻ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാനൊന്ന് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്തിട്ട് പിന്നെ കുളിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വഴിയേ സംസാരിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ട് എൻ്റെ കുളിയും ചെബും കഴിയുമ്പോഴേക്കും 6 മണിയായിട്ടിട്ട് എന്താവും എന്തോ. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല തേജുവിനെ. പക്ഷെ ക്ലാസ്സുള്ള ദിവസമൊക്കെ ആണെങ്കിൽ 4 മണിക്ക് ഇരിക്കേണ്ടി വരും. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോഴേക്കും അത്യാവശ്യം നേരമാവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്തായാലും ഉമ്മറം ക്ലീൻ ആക്കി ഇരട്ടെ. ഉമ്മറൊന്ന് സെറ്റാക്കിയിട്ട് വാതിലൊക്കെ തുറന്നിരട്ടെ. വിളക്ക് ഞാൻ കത്തിക്കണില്ലെന്ന്, ഞാൻ നാളെ തൊട്ടിട്ടേ വിളക്ക് കത്തിക്കണുള്ളൂ. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇട്ട് വേണം വിളക്ക് കത്തിക്കണമെങ്കിൽ. ഞാൻ ഉമ്മറം കാണിച്ചു തരാം. നായ്ക്കളുടെ പ്രശ്നമൊക്കെ കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ചോറിനുള്ള വെള്ളാട്ട എപ്പോഴത്തേയും മോനെ വെക്കണത്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്താണാവോ ആകെ ഒരു പരിഭ്രാന്തി, എന്താ വെച്ചാൽ അറിയില്ല എവിടുന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയ ഒരു ഫീലായിരുന്നു. വേറെ ഒന്നല്ല, അവരിങ്ങനെ അമ്മയ്ക്ക് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നോൽമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനെ ഒരു പ്രത്യേകിച്ച് മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോഴായാലും ഒക്കെ തലേ ദിവസത്തെ കൊടുക്കാൻ പാടില്ല, അത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അത്ര എന്താ പറയുക ശുദ്ധിയായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കൂടുതൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ, എന്തിപ്പോൾ ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടാവും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഉമ്മറം നമ്മുടെ ക്ലീൻ ആക്കട്ടെ. അതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യണ കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്കിപ്പോൾ പുതിയതായിട്ട് എനിക്ക് തോന്നിയത് കുളിച്ചിട്ട് അടുക്കളയിൽ കയറലാട്ടാ. എല്ലാം കഴിഞ്ഞിട്ടാലോ ഞാൻ കുളിക്കാറ്. അപ്പോൾ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് മാത്രമേ എനിക്കൊരു പ്രത്യേകത തോന്നുള്ളൂ. ബാക്കിയൊക്കെ ഡെയിലി നമ്മൾ ചെയ്യണ ഓരോ കാര്യങ്ങൾ തന്നെയാണ്. വിളക്കത്തിക്കലായാലും ഉമ്മറം ക്ലീൻ ആക്കലായാലും അതൊക്കെ. പിന്നെ ആദ്യമൊക്കെ ഞാൻ കണ്ടേക്കണ വീട്ടിലായാലും ചേട്ടൻ്റെ കൂടെയൊക്കെ മലയ്ക്ക് പോകുമ്പോൾ മിറ്റടിച്ചിട്ട് ചാണകവെള്ളം തളിക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ചാണകവെള്ളം ഞാൻ അമ്മ ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, അഥവാ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എന്തായാലും മാലിട്ടതിന് ശേഷമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം എന്തായാലും നോൽമ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഞാനത് ചോറിന് അരിയൊക്കെ കഴുകിയിട്ടു, അത് ഇറക്കിയിട്ട് അതുപോലെ ചാക്സറിലൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ഉപ്പേരി വെക്കാൻ നോക്കുകയാണ്. കിച്ചണിൽ ഞാൻ അധികം എടുക്കാൻ നിന്നിട്ടില്ല, കാരണം പെട്ടെന്ന് കുറച്ച് ഫാസ്റ്റാക്കി ചേട്ടനിന് എൻ്റെ അമ്പലത്തിൽ പോയിട്ട് പുണ്യാഹം അതൊക്കെ വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങും സബോളയും ഉപ്പേരി പിന്നെ അതുപോലെ പുട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുക്കളയിൽ ഞാനിതിങ്ങനെ പുട്ടൊക്കെ ആവി കയറാൻ സമയം എടുക്കുമല്ലോ, അങ്ങനെ ആവില്ല. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം അടിച്ചോരി തുടച്ചിടുകയാണ്. പുണ്യാഹം കൊടുന്ന് തളിക്കണ്ട. അപ്പോൾ എല്ലോടും തുടച്ചിട്ട് ഓൾറെഡി നമ്മൾ ഇന്നലെ എല്ലോടും ക്ലീനാക്കി സെറ്റാക്കിയതാണ്. പക്ഷെ അമ്മ പറഞ്ഞു എല്ലോടും ഒന്നും കൂടി തുടച്ചോ, കാരണം ഞാൻ ആ ബെഡ്റൂം നമ്മൾ യൂസ് ചെയ്യാത്ത ബെഡ്റൂമൊന്നും ഡെയിലി തുടയ്ക്കാറില്ല. ബാക്കി എല്ലോടും തുടയ്ക്കും, ആ റൂം അങ്ങനെ തുടയ്ക്കാറില്ല ഡെയിലി. അപ്പോൾ പിന്നെ ആ ചേട്ടനെ ആ റൂമിൽ കെടുത്താനാണ് പ്ലാൻ ചെയ്ത് തൊട്ടിട്ട് നോൽമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടന് ആ കുഞ്ഞു റൂം കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇത് എല്ലോടും തുടച്ചു. ചവിട്ടികൾ കുറേ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം ഓൾറെഡി നമ്മൾ വാങ്ങി വെച്ച് ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയിട്ട് വിരിച്ചത്. പിന്നെ ചേട്ടനെ കിടക്കാനുള്ള ബെഡ്ഷീറ്റൊക്കെ അത് വേറെ വിരിച്ചു കേട്ടോ. ഓൾറെഡി നമ്മൾ ഇന്നലെയൊക്കെ മുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറയാമല്ലോ അമ്മ വന്ന് വലിയൊരു ഹെൽപ്പായിട്ട് എനിക്ക്. കാരണം എനിക്ക് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കേണ്ടി വന്നിട്ടില്ല, ഫുൾ അമ്മയായിരുന്നു. ഞാൻ അടുക്കള അതായത് ചേട്ടനുള്ള ഫുഡ് തേജുവിന് കൊണ്ടാവുള്ളത് അതിൻ്റെ പണിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ അകത്തുള്ള ചെറിയ അടിത്തൊട ചെറിയ രീതിയിലുള്ള തുടക്കൽ ഒതുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ മുക്കിത്താത്ത എന്ന് പറയുന്ന ഒരു സംഭവം ഫുൾ അമ്മയാണ് ചെയ്തത്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് ആ വെള്ളത്തിലേക്ക് പോലും കയറേണ്ടി വന്നിട്ടില്ല കേട്ടോ.
അങ്ങനെ അതേ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ച് സെറ്റാക്കി, പില്ലോ കവറും എല്ലാം ഇട്ടിട്ട് ബെഡ്റൂം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബെഡ്റൂം അത്ര വലിയ ബെഡ്റൂമൊന്നുമല്ല, നമ്മുടെ മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നോർമലി ഒരു ചെറിയ ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടന് ഇനി തൊട്ടിട്ട് ഈ റൂം, ഞങ്ങളുടെ റൂം, നമ്മളെ യൂസ് ചെയ്യുന്ന റൂം എനിക്ക് തേജുവിന് മാത്രമായിട്ടോ. ഇനി അങ്ങനെ ചേട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുന്ന് വെച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ചേട്ടന് വേണ്ടിയിട്ടുള്ള റൂമും പോലെ മാത്രമാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുന്നത്തെ ഒരു വീഡിയോയിൽ ആരൊക്കെയോ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് തരാത്തത്. പിന്നെ ഇത് ചേട്ടൻ എനിക്കിട്ട് ഇത് അമ്പലത്തേക്ക് പോവാട്ടോ, നമ്മുടെ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ്. പുണ്യാഹമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്, നടന്നിട്ടാട്ടോ പോയിരിക്കണത്. പിന്നെ ഷോർട്സ് ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചു തേജുവിനെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന്. തേജുവിനെ കൊണ്ടുപോകണമൊന്നുമില്ല, തേജുവിനെ അങ്ങനെ നേർച്ചയായിട്ട് നമ്മൾ നേർന്നിട്ടൊന്നുമില്ല കേട്ടോ കൊണ്ടുപോകാമെന്ന്. പിന്നെ അവൻ കുഞ്ഞല്ല, അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് അവനായിട്ട് തന്നെ നമ്മളോട് പറയും ഇങ്ങനെ പോകണമെന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും അവനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്ലാനിലാണ്. നമ്മുടെ ഒരു ഇതിൽ അവനെ കൊണ്ടുപോകണില്ല കേട്ടോ എന്തായാലും. പിന്നെ ഞാൻ വേഗം ചേട്ടൻ വരുമ്പോഴേക്കും തുടക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും തുടച്ചെടുക്കുന്നിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ, അത് ഞാൻ വീഡിയോ ഒന്നും അധികം എടുക്കാത്തത്. പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 7:15 ആയിട്ടുണ്ടാവും. ചോറ് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട്, അടുക്കളയിലെല്ലാം സെറ്റാക്കി വെക്കണു. അതുപോലെ അടിച്ചോറലും തുടക്കലും കഴിഞ്ഞു. ഇനി ചേട്ടൻ വന്നിട്ട് വേണം നമുക്ക് വിളക്ക് കൊളുത്തണം. വിളക്ക് കൊളുത്തിയിട്ട് വേണം തളിക്കണം. പുണ്യാഹം കൊടുത്തിട്ട് എല്ലാവരും തളിച്ചൊന്ന് ശുദ്ധാക്കണം എന്നല്ല പറയുക. അപ്പോൾ അതും കൂടെ ഉള്ളൂ. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, എനിക്കറിയില്ല കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആവണം. ഇപ്പം എൻ്റെ വീട്ടിൽ നോൽമ്പും അച്ഛന്മലയ്ക്ക് പോകുമ്പോഴൊക്കെ അമ്മയായിരിക്കുമല്ലോ മുന്നേ നിന്ന് ചെയ്യുക അങ്ങനെ. അപ്പോൾ ചേട്ടനോടെ ആണെങ്കിലും അവിടെ അമ്മ. അപ്പം ഇതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ശീലിച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ അപ്പോഴും ഇങ്ങനത്തെ ഫുൾ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അടിച്ച് ഒരു തുടയ്ക്കുക, മിറ്റടിക്കുക, അങ്ങനത്തെ ടൈപ്പ് സാധനം. അടുക്കളയിലത്തേക്ക് അത് ഞാൻ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കൂടെ ഒന്നും. ചേട്ടൻ്റെ കൂടെ ആകുമ്പോൾ ചെറുകിട പണികൾ അടുക്കളയിൽ, അപ്പോൾ അതൊക്കെ ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് ഞാൻ തന്നെ ചെയ്യല്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയി. നേരത്തെ എനിക്ക് കുളിച്ച് അടുക്കളയിൽ കയറി ഫുള്ള് സെറ്റാക്കി ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി പറഞ്ഞ പോലെ പുണ്യാഹമൊക്കെ എല്ലാവരും തളിക്കണം. നമ്മൾ ബെഡ്ഷീറ്റൊന്നും ഇന്നലെ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, ബെഡ്ഷീറ്റ് വിരിക്കാണ്ടൊക്കെ ഇടുന്നത്. അപ്പം ഇന്ന് ബെഡ്ഷീറ്റ് വിരിച്ച് തളിച്ചതിന് ശേഷം കെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിൻഷാൻ്റെ റൂമിൽ നമ്മുടെ റൂമിൽ വിരിച്ചിട്ടില്ല, കാരണം തേജു ഇട്ടിട്ടില്ല, തേജു കിടക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് വേണം അവിടെ വിരിച്ചിട്ട് അവിടെയും തളിക്കണമെങ്കിൽ. ബാക്കി എല്ലാവരും തളിക്കണം. നമ്മുടെ അലമാര, തുണികൾ വെക്കണ സ്ഥലം, അങ്ങനെ എല്ലാ മുക്കും മൂലയും തളിച്ചെടുക്കണം എന്നാലും പറയും. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം ഇനി ചേട്ടൻ വന്നിട്ട് വേണം അതൊക്കെ ചെയ്യണം കേട്ടാ. പിന്നെ ചേട്ടൻ വന്നിട്ട് കാണാം. തേജപ്പം എനിക്ക് കഴിക്കണം ഉമ്മറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടാ. കുട്ടി ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് വന്ന ഉമ്മറത്ത് പോയിട്ട് എന്താ നോക്കുക തേജുവാ, കിളിയോളാനെ നോക്കും അല്ലേ? കിളിയോളെ നോക്കാൻ വന്നതാ. പിന്നെ അവൻ നോക്കുക ഞാനിവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോന്ന്, രാത്രി ചവിട്ടി മടക്കി വെച്ചിട്ടല്ലേ കിടക്കത്, വിരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കും അല്ലേടോ. ഇവിടെ കിളിയോളുണ്ട്, തേജുവിൻ്റെ തത്തമ്മയൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ അല്ലേ? അച്ഛൻ അമ്പലത്തേക്ക് പോയി എനിട്ടില്ലല്ലോ അച്ഛൻ വരുമ്പോഴേക്കും കുളിച്ചാനി. കുളിച്ചാൻ വെള്ളം നോൽമ്പ് തുടങ്ങി. എന്നാ നോൽമ്പ് എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ല. എന്നാ അമ്മയെ നോൽമ്പ് തുടങ്ങാൻ ചോദിച്ചിട്ട് നടന്നിടുന്ന് കുളിച്ച നമുക്ക് അല്ലേ അതിന് ഇറുക്കി കൊള്ളണു. കുളിക്കാം. അയ്യോ കുട്ടിയുടെ കാലും ഒരു കുഞ്ഞു മുറി ഉണ്ട് കേട്ടോ, കാണിച്ചു കൊടുക്കാം നമുക്ക് മുറി. ഞാൻ കുളിപ്പിച്ചേട്ടാ. ചേട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നു കേട്ടോ. ആദ്യം തന്നെ വന്ന വഴിക്ക് വീട്ടിൽ കയറിയില്ല, വീടിന് ചുറ്റും വെള്ളം തളിക്കട്ടെ ചെയ്ത്. അതായത് പുണ്യാഹം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുമല്ലോ പുണ്യാഹം, അത് ഇതേ ലോഡ് നടന്ന് തളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉമ്മറത്ത് സൈഡിലെല്ലോടും ആദ്യം ഫുള്ള് ചുറ്റിലും വീടിന് ചുറ്റും ഫുള്ള് തളിച്ചതിന് ശേഷം അകത്ത് കയറിയിട്ട് ഇതേ നമ്മുടെ സ്വാമി, നമ്മൾ എന്താ പറയുക സ്വാമി ഫോട്ടോ ഒക്കെ വെക്കില്ലേ, വിളക്കത്തിക്കണേൻ്റെ അവിടെ തളിച്ചു. പിന്നെ എന്താ പറയുക അടി തൊട്ട് മോള് വരെ എന്ന് പറയണ പോലെ മുക്കും മൂലയും എല്ലായിടും തളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൽ വരെ തളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ തളിക്കാറുണ്ട്, അതുകൊണ്ടാണ് എല്ലായിടും തളിച്ചെടുക്കുന്നുണ്ട്.
ആടാ ആണോട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ വിളക്കത്തിക്കാൻ തുടങ്ങിയിട്ടാ തേജു എനിക്കിട്ടതേ തേജുവിനെ ഞാൻ ബാത്റൂമിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളക്കത്തിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വെറുതെ വേഗം തൊഴുതിട്ട് തേജുവിനെ ബാത്റൂമിൽ നിന്ന് എനിപ്പിച്ച് കുളിപ്പിച്ച് സെറ്റാക്കണം. അങ്ങനെ അതേ കുട്ടിയും കുളി കഴിഞ്ഞ് വന്ന് ഇതേ തൊഴുതു. കുറേ നേരം എന്താണോ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തൊഴണമൊന്നുമില്ല, വിളക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊഴുത് തേജുവോ എന്ന് പറഞ്ഞപ്പോൾ തൊഴുതു. എന്നിട്ട് ആൾ കുറിയൊക്കെ തൊടുന്നുണ്ട് എടുത്തിട്ട്. യൂണിഫോം ഇടാത്തതുകൊണ്ട് തന്നെ സ്കൂളില്ല എന്ന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. ഇനി കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം കേട്ടോ, അതാണ് എൻ്റെ പണി. അപ്പം ഞാൻ എന്താ തേജു വേണ്ടത്, കഞ്ഞി വേണോ പുട്ട് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നേരം കൺഫ്യൂഷൻ അടിച്ച് നിന്നു. പിന്നെ പുട്ടും മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ചേട്ടൻ ചായ കുടിക്കായിരുന്നുണ്ട്. അന്നത്തെ ഞാൻ തേജുവിനെ ചായ കുടിക്കാൻ കിടക്കുമ്പോൾ ചേട്ടന് പപ്പടം വേണമെന്ന് പറഞ്ഞപ്പോൾ അതേ പപ്പടം കൊടുന്നേക്കുക കേട്ടോ. കിട്ടണ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടുമായിരുന്നു കേട്ടോ. അപ്പം അതേ തേജുവിന് അങ്ങനെ പുട്ടും പപ്പടും, അവന് പഴം വേണ്ട പറഞ്ഞു. പപ്പടം പുട്ടും കൂടി മാത്രം കഴിക്കാൻ ഇഷ്ടം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, അപ്പം കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ടി വി കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കും. പിന്നെ ഞാൻ ചേട്ടനുള്ള ചോറ് ഇതേ കവറിലാക്കിയിട്ട് മേശയമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, മറക്കാണ്ടിരിക്കാൻ. അതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് തേജു കഴിക്കുന്നുണ്ട്. പാട്ട് വെച്ചിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇമ്മാതിരി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. അതായത് ഷോർട്സിൽ ഓരോ പാട്ടുകളുണ്ടാവില്ല, അതൊക്കെ. പിന്നെ ഞങ്ങൾ വേഗം പോയിട്ടാ, പെട്ടെന്നാണ് പറഞ്ഞത് നമുക്ക് റേഷൻ കടയിൽ പോവാം. ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഇപ്പോൾ BPL കാർഡ് അങ്ങനല്ലേ, അതിൽ നമുക്കിങ്ങനെ എന്തോ കൈ വെച്ചിട്ട് കൈയിൻ്റെ വിരൽ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അത് 7-ാം തീയതി വരെ ഉള്ളൂ, അപ്പോൾ വേഗം വരണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോയി. ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ, ആദ്യമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. ചേട്ടനാണ് പോവാറ്. ആൻഡ് ഞാനും തേജും കൂടി പോയിട്ടാ. ചേട്ടനാണെങ്കിൽ ഇത് എന്നെ കളിയാക്കി ഇട്ടിട്ട് അതിനെ ഇട്ടിട്ട് ഇത് ശീലാക്കിക്കോ, എന്നും മോള് പോയാൽ മതി, ഞാൻ പോയില്ല, ഇതൊക്കെ ശീലാക്കിക്കോ പറഞ്ഞിട്ട് എൻ്റെ എന്ത് ചാക്ക് പോലും വാങ്ങിയില്ല ഗൈസ്. ഞാനത് ഏറ്റിട്ട് ഇങ്ങനെ പോവാണ്. അത്ര കനമൊന്നുമില്ല കേട്ടോ. 3 ടൈപ്പ് അരിയൊക്കെ ഉണ്ടായിരുന്നു. തേജു എൻ്റെ ഒന്ന് വാങ്ങണ്ട, അമ്മേനെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറേ വാങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊക്കെ തന്നിട്ട് ചേട്ടൻ ഹെൽമെറ്റ് കൊടുത്ത് ബാഗ് കൊടുത്തിട്ട് വേഗം വീട്ടിലേക്കല്ല ജോലിക്ക് പോയി. ഞങ്ങളതിനാക്കിയിട്ട് വേഗം തന്നെ ജോലിക്കും പോയിട്ടാ. തേജുവിൻ്റെ വിചാരം ചേട്ടൻ ഈ ജോലിക്ക് പോകില്ല നടന്നു കേട്ടാ. നമ്മളിങ്ങനെ പുറത്ത് പോയി വന്നപ്പോൾ അപ്പോൾ കുട്ടിയാകെ ഷോക്ക് അടിച്ചു. എന്നിട്ട് അച്ഛൻ വേഗം വായോട്ടാന്ന് കൂടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പെട്ടെന്നല്ല പറഞ്ഞത്, വേഗം കഴിക്കുക തേജു, നമുക്ക് പുറത്തേക്കൊന്ന് പോകണം, റേഷൻ കടയ്ക്ക് പോകണം എന്നും പറയുമ്പോൾ അവൻ എന്ത് റേഷൻ കട, എന്താ എങ്ങട്ടാന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ ഓടി ഇറങ്ങി വന്നാട്ടാ. ഇതേ പോയി ഇതാ വന്നു പറഞ്ഞ പോലെയായിരുന്നു നമ്മുടെ പോക്ക്. വിൻഷേട്ടൻ ജോലിക്ക് പോയിട്ടാ. ഇനി ഞാൻ ചായ കുടിക്കാൻ ചായ കുടിച്ച് തുടങ്ങിയിട്ടാ, പുട്ടും പഴം പപ്പടും. അപ്പോൾ ഇനി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ വീഡിയോ എടുക്കാനുള്ളതൊന്നും ഇല്ല, എല്ലാ പണികളും കഴിഞ്ഞു. ഇനി എനിക്കുള്ളത് തിരുമ്പാനുള്ളതാണ്. അത് പറയാലോ, വേഗം തിരുമ്പലൊക്കെ കഴിയുമ്പോൾ ഞാൻ അതൊന്നും ഇനി എടുത്ത് വെറുപ്പിക്കണില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലും കുറ്റോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അത് പറയാം, എന്താണ് ഏതാണെന്നൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. കുറേ പേര് പ്രാങ്ക് ചോദിക്കുന്നുണ്ട്, ചലഞ്ചിങ് വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തരാം. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇപ്പം എന്തായാലും ബൈ.